പാലക്കാട് കൊട്ടേക്കാട് കാട്ടാന ഇറങ്ങി വാഴകൾ നശിപ്പിച്ചു. PT5 എന്ന കൊമ്പനാണ് ഇറങ്ങിയത്. വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ 2 മാസമായി പ്രദേശത്ത് PT5ന്റെ സാന്നിധ്യമുണ്ട്. ഇവിടെ 2 മാസമായി മഴയില്ലാത്തതിൻ്റെ പേരിൽ ആന ഇറങ്ങി വളരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അരുകുടി, കിഴക്കേത്തറ, വേനോലി, അതുപോലെ തന്നെ മറ്റുള്ള പ്രദേശങ്ങൾ നാമ്പളം ഉള്ള ഏരിയയിൽ ജനങ്ങൾക്ക് പടി പോലും അടച്ചു വയ്ക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാരണം ആന വന്ന ഏത് സമയം വീട്ടിൽ കയറുന്ന സ്ഥിതിയാണ്. ഗോകുൽ VS വിവരങ്ങൾ നൽകും. ഗോകുൽ, പാലക്കാട് നിന്ന് തുടരെ നമ്മളിപ്പോൾ ഒരു PT5 ജനവാസ മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റി കേൾക്കുന്നു. തുടരെ ഈ പറയുന്ന കാട്ടാനയുടെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു. വനം വകുപ്പിന് നൽകിയ പരാതിയിൽ എന്തെങ്കിലും നടപടിയുണ്ടോ? ഈ പ്രദേശത്ത് PT5ന്റെ സാന്നിധ്യമുണ്ട്. ഇത് വീടും കൃഷിയിടങ്ങളും ചേർന്ന ഒരു സ്ഥലമാണ്. കൃഷിയിടം തന്നെ പൂർണ്ണമായും ഈ ആനകൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നെല്ലിന്റെ കൊയ്ത്ത് കഴിഞ്ഞതുകൊണ്ട് കർഷകർക്ക് ഒരു ആശ്വാസം. പക്ഷെ വാഴയും മറ്റ് പച്ചക്കറികളും ഒക്കെ നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട്. 100-ലധികം വാഴകൾ കഴിഞ്ഞ ദിവസം PT5 എത്തി നശിപ്പിച്ചു. PT5 കുറച്ച് നാളുകളായി ഈ പ്രദേശത്ത് തുടരുകയാണ്. വനം വകുപ്പിന് പരാതി നൽകുന്നുണ്ടെങ്കിലും വനം വകുപ്പ് ഈ ആന ഇറങ്ങുന്ന സമയത്ത് ജനങ്ങൾ RRT സംഘത്തേക്ക് വിളിച്ചു പറയുമ്പോൾ അവിടെ എത്തും, ആനയെ ഓടിക്കും. പക്ഷേ ഇതിനൊരു പൂർണ്ണ പരിഹാരം ആളുകൾക്ക് ലഭിക്കുന്നില്ല. കാരണം നിരന്തരമായി ഓരോ ദിവസവും ആന ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ആളുകൾ RRTയെ വിളിക്കുന്നു, അവർ ഓടിക്കുന്നു, ആന കുറെ കൃഷികൾ നശിപ്പിക്കുന്നു. ഇതൊരു സ്ഥിരം സംഭവമാവുകയാണ്. ഒരു ശാശ്വത പരിഹാരം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. ശരി, ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്. ജനവാസ മേഖലയിൽ PT5 എന്ന കാട്ടാനയുടെ അതിക്രമം എന്ന നാട്ടുകാരുടെ പരാതി.